ഇന്നലെ തമിഴ്നാട് ക്ഷേത്രങ്ങൾ പൊളിച്ചത് നമ്മൾ ഒരു വാർത്ത ചെയ്തിരുന്നു. ഇന്നലെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഇതിനെതിരെ ശക്തമായ ഒരു പ്രതിഷേധം തമിഴ്നാട്ടിൽ ഉയരും. ഇന്ന് വലിയ പ്രതിഷേധ പ്രകടനങ്ങൾക്ക് ഹിന്ദു മുന്നണി അടക്കമുള്ള വിവിധ ഹൈന്ദവ സംഘടനകൾ ആഹ്വാനം ചെയ്തിട്ടുണ്ടെന്ന് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. കോയമ്പത്തൂരിൽ മാത്രമല്ല തിരുപ്പൂർ അടക്കമുള്ള തമിഴ്നാടിൻ്റെ ഭാഗങ്ങളിൽ വൻപിച്ച പ്രതിഷേധ പ്രകടനങ്ങളാണ് നടന്നത്. അനവധി ആയിരക്കണക്കിന് വിശ്വാസികൾ യോഗങ്ങളിൽ പങ്കെടുത്തു. ഈ പ്രകടനത്തിലും പങ്കെടുത്തു. കോയമ്പത്തൂർ ടൗൺ ഹാളിൻ്റെ മുൻപിലായിരുന്നു ഈ പ്രകടനം നടന്നത്. അതായത് കോയമ്പത്തൂരിലെ മുത്തനംകുളം ബണ്ടിനടുത്തുള്ള 100 വർഷം പഴക്കമുള്ള ക്ഷേത്രം ഉൾപ്പെടെ 7 ക്ഷേത്രങ്ങളാണ് ഇന്നലെ നഗരസഭാ അധികൃതർ കോർപ്പറേഷൻ അധികൃതർ തകർത്ത് കളഞ്ഞത്. PV നരസിംഹറാവു പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് പാർലമെന്റിൽ ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് 75 വർഷം പഴക്കമുള്ള ക്ഷേത്രങ്ങൾ പൊളിക്കരുതെന്ന്. ഇന്നും ആ നിയമമാണ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും പിന്തുടർന്നു പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ പോലും ഹൈവേ വികസനം വരുമ്പോൾ ഇത്തരത്തിലുള്ള ദേവാലയങ്ങൾ അതിൽ നിന്ന് ഒഴിവാക്കാറുണ്ട്. പൊളിച്ചതിന് ശേഷം ഇപ്പോൾ കോയമ്പത്തൂർ കോർപ്പറേഷൻ പറയുന്നത് ഈ ക്ഷേത്രം കയ്യേറ്റ ഭൂമിയിലാണെന്ന്. ഇവിടെ ഈ ക്ഷേത്ര ഭാരവാഹികൾ പറയുന്നത് ഞങ്ങളുടെ ഭൂമി കയ്യേറിയാണ് ഇവിടെ കളക്ടറേറ്റ് പോലും വെച്ചിരിക്കുന്നത്, സർക്കാർ സ്ഥാപനങ്ങൾ വെച്ചിരിക്കുന്നത്. ഞങ്ങളുടെ കയ്യേറ്റമാണെങ്കിൽ സ്വാഭാവികമായി അതും പൊളിക്കേണ്ടതാണ്, അതും കയ്യേറ്റമാണെന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ തിരുപ്പൂരിൽ വിശ്വാസികൾ ഒരു വൻപിച്ച പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു. കാരണം അവിടെ ക്ഷേത്രഭൂമി കയ്യേറിയാണ് തിരുപ്പൂർ കളക്ടറേറ്റ് ഉൾപ്പെടെയുള്ള സർക്കാർ സ്ഥാപനങ്ങളും മറ്റ് വാണിജ്യ സ്ഥാപനങ്ങളും നിൽക്കുന്നത്. ഇത് പൊളിക്കണം, പൊളിച്ചില്ല എങ്കിൽ ക്ഷേത്രഭൂമി കയ്യേറി വെച്ചിരിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും ഞങ്ങൾ പൊളിക്കുമെന്ന് തന്നെ ഹിന്ദു മുന്നണിയുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്നു. JS കിഷോർ കുമാറാണിത് പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ വിശ്വാസികൾ തമിഴ്നാട്ടിൽ പല സ്ഥലങ്ങളിലും ഇതേപോലെ തന്നെ പ്രതിഷേധ പ്രകടനം നടത്തുകയാണ്. കാരണം തമിഴ്നാട്ടിൽ പല സ്ഥലത്തും ക്ഷേത്രഭൂമി പലരും കൈവശപ്പെടുത്തിയിട്ടുണ്ട്, കയ്യേറിയിട്ടുണ്ട്. അത് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തിരിച്ചു കൊടുക്കണമെന്ന്. ഈ കയ്യേറിയ സ്ഥലത്തുള്ള സർക്കാർ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ളവ പൊളിക്കണം, പൊളിച്ചില്ല എങ്കിൽ തങ്ങളത് പൊളിക്കും എന്നാണ് വിശ്വാസികൾ പറയുന്നത്. ഏതായാലും തമിഴ്നാട് വീണ്ടും ഒരു സംഘർഷത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമാണ്. സർക്കാരിനെ കൂടുതൽ വെട്ടിലാക്കുന്ന ഒരു രീതിയാണ്. കാരണം ഈ കോയമ്പത്തൂരിൽ ക്ഷേത്രങ്ങൾ തകർത്തപ്പോൾ ഇത്തരത്തിൽ കനത്ത ഒരു പ്രതിഷേധം ഉണ്ടാകുമെന്ന് സർക്കാരും ഒരുപക്ഷെ കരുതി കാണില്ല. ഏതായാലും പ്രതിഷേധം നാൾക്ക് നാൾ കനക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതായാലും ബെണ്ടാരിയമ്മൻ കോവിൽ, അങ്കാള പരമേശ്വരി, കറുപ്പുമാരായൻ കോവിൽ, മുനീശ്വരൻ കോവിൽ തുടങ്ങിയ ക്ഷേത്രങ്ങളാണ് ഇന്നലെ തകർത്തത്. ഇതെല്ലാം തന്നെ വർഷങ്ങളോളം പഴക്കമുള്ള ക്ഷേത്രങ്ങളാണ്. ഏതാണ്ട് 100 വർഷത്തിനടുത്ത് പഴക്കമുള്ള ക്ഷേത്രങ്ങളാണ് ഇത്. എങ്കിൽ 100 വർഷത്തിന് മുകളിൽ പഴക്കമുള്ളതാണ് മുത്തലംകുളം ബണ്ടിനടുത്തുള്ള ക്ഷേത്രം. ഇതുൾപ്പെടെയാണ് തകർത്തിരിക്കുന്നത്. ഇതിനെതിരെയാണ് വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നിരിക്കുന്നത് തമിഴ്നാട്ടിൽ. വരും ദിവസങ്ങളിൽ പ്രതിഷേധം കനക്കും എന്ന് തന്നെയാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരവും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.